ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും എന്തിൻ്റെയും കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഇത് സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ഇതാ ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു ചെറിയൊരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു കഷ്ണം എടുത്തിട്ട് അതും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട്, നല്ല ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും നമുക്ക് നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് വേണം കേട്ടോ. ഞാൻ എന്താ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഒന്നങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. നീളത്തിൽ നല്ല കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കഷ്ണാക്കി എടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊരു പച്ചമാങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ പച്ചമാങ്ങയും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റ് കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ. കനം കുറച്ചിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ട് അതും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രത്തോളമാണോ നമ്മൾ ഈ ഒരു വെജിറ്റബിളും അതുപോലെ മാങ്ങയും ഒക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയേ. ഇനി പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1.5 ടീസ്പൂൺ തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് സ്പൂൺ വെച്ചിട്ടല്ല കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ നല്ലത്. ഏറ്റവും കൈ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഉള്ളൂ ആ ഒരു ഇഞ്ചിയുടെയും അതുപോലെ പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴിക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പാർട്ടികളിലൊക്കെ സാലഡുകളൊക്കെ റെഡിയാക്കി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡ് തന്നെയാണ് കേട്ടോ ഇത്. ഇഷ്ടമായിട്ട്